കണ്ണൂരിൽ ഉൾനാടൻ ജലഗതാഗത പദ്ധതിക്കായി പുഴയിൽ നിന്ന് മണലെടുക്കുന്നതിനെതിരെ പ്രതിഷേധം. മുഴപ്പിലങ്ങാട് കടവ് നിവാസികളാണ് അശാസ്ത്രീയമായ മണലെടുപ്പിനെതിരെ പ്രതിഷേധിക്കുന്നത്. പ്രദേശത്തെ കിണറുകളിൽ ഉപ്പുവെള്ളം നിറയുമെന്നാണ് നാട്ടുകാരുടെ ആശങ്ക. ഉൾനാടൻ ജലഗതാഗതത്തിനായി പുഴയിൽ ചാലൊരുക്കുന്നതിന്റെ ഭാഗമായാണ് യന്ത്രം ഉപയോഗിച്ച് മണൽ നീക്കുന്നത്. കരയിൽ നിന്ന് 100 മീറ്റർ മാറി 4 മീറ്റർ വീതിയിലാണ് ബോട്ടുകളുടെ യാത്രയ്ക്കായി ചാലൊരുക്കുന്നത്. ഇത്തരത്തിൽ മണൽ നീക്കുന്നത് പ്രദേശത്തെ കിണറുകളിൽ ഉപ്പുവെള്ളം കയറുന്നതിന് ഇടയാക്കുമെന്ന് സമരസമിതി പറയുന്നു. നമുക്ക് കുടിവെള്ള പ്രശ്നം, ഉപ്പില്ലാതെ വെള്ളം കുടിക്കാനുള്ള ആഗ്രഹം മാത്രമാണ്, അതിനുള്ള ആശങ്ക മാത്രമാണ് ഞങ്ങൾ ഈ സമരം നടത്തേണ്ട കാരണം. ഇവർ പറയുന്നത് ഈ പുഴയിൽ 100 മീറ്റർ വിട്ട് പിന്നെ 4 മീറ്റർ ചെയ്തു, പിന്നെ 40 മീറ്റർ ഇത് ചെയ്യുമെന്നും, പിന്നെ ഒരു 100 മീറ്റർ അപ്പുറം ഉണ്ടാവുമല്ലോ 2 കടയിൽ അങ്ങനെ 40 മീറ്റർ കഴിഞ്ഞിട്ട് ചെയ്യാതെ. ഈ പുഴക്ക് അത്രമാത്രം വീതിയില്ല. ഇതാണ് ഇതിൻ്റെ അതിൽ വേറൊരു പ്രശ്നം. അങ്ങനെ വന്നപ്പോൾ ഇതെങ്ങനെ ചെയ്യാന്ന് മറുപടി ഇതാണ്. അത് നമ്മൾ നോക്കി ചെയ്യും. ഈ രീതിയിലുള്ള മറുപടിയാണ് നമുക്ക് വിഷമമുണ്ടാക്കുന്നത്. അശാസ്ത്രീയമായ മണലെടുപ്പ് പ്രദേശത്തെ ജനങ്ങളുടെ കുടിവെള്ളം മുട്ടിക്കുമെന്ന ആശങ്ക പങ്കുവെക്കുന്ന നാട്ടുകാർ പദ്ധതിക്ക് എതിരല്ലെന്നും വ്യക്തമാക്കി. കോരാൻ ആള് കീഞ്ഞിട്ട് തന്നെ കോരുമ്പോൾ നമുക്ക് ഉപ്പുവെള്ളമാണ്. ആ 10 വർഷമായി ഇപ്പം നിർത്തി വെച്ചിട്ട് അന്നേരം ഉപ്പുവെള്ളം അല്ലാത്തത്. ഇപ്പം ആദ്യം ഇത് ഇട്ടിട്ട് കോരുമ്പോൾ നമുക്ക് ഉപ്പുവെള്ളമല്ലേ ഉണ്ടാവുക, നല്ല വെള്ളം കിട്ടൂലോ. അതാ നമ്മൾ സമരത്തിന് വന്നിന്. വേറെ ഒന്നിനും നമുക്ക് പ്രശ്നമില്ല. വെള്ളത്തിന്റെ പ്രശ്നമേ നമുക്കുള്ളൂ. തീരദേശം ഇടിയുന്നുണ്ട്. അത് പോരാത്തതിന് കുടിവെള്ളത്തിന്റെ പ്രശ്നങ്ങളും പറയാം. നിരന്തരം അധികാരികളുമായി ബന്ധപ്പെട്ടിട്ടാണ് ഈ മണലെടുപ്പ് നിർത്തിയത്. അപ്പോൾ വീണ്ടും അത് തുടരുക എന്ന് പറഞ്ഞാൽ വീണ്ടും നമുക്ക് പഴയ അവസ്ഥ തന്നെയല്ലേ നമുക്ക് പോകുന്നത്. ജലപാതക്ക് എന്ന് പറയുമ്പോൾ നമ്മൾ സാധാരണ ഒരാൾക്കാർ കോരുന്നതിനേക്കാൾ കൂടുതലായിരിക്കും ഒരു യന്ത്രവൽകൃതമായിട്ടാണ് ഇവരത് കോരുന്നത്. അപ്പോൾ അതിന്റെ ആഴം കൂടുതലായിരിക്കും. നമ്മൾ വികസനത്തിനെതിരല്ല, പക്ഷെ കുടിവെള്ളത്തിന് നമുക്കൊരു പരിഹാരം ഉണ്ടാവണം. പുഴയുടെ ആഴം കൂട്ടിയാൽ തീരം ഇടിയാനുള്ള സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. പുഴയുടെ അക്കരെ സമാനമായ രീതിയിൽ തീരം ഇടിഞ്ഞതാണ് ആശങ്കയ്ക്ക് കാരണം. ശാശ്വത പരിഹാരം കാണാതെ പദ്ധതിയുമായി മുന്നോട്ടു പോയാൽ ശക്തമായ പ്രതിഷേധം ആരംഭിക്കാനാണ് നാട്ടുകാരുടെ തീരുമാനം. ന്യൂസ് മലയാളം, കണ്ണൂർ.